അഷ്ടമുടിക്കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഫിഷറീസ് വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. രാസപദാർത്ഥം കലർത്തിയ ശുചിമുറി മാലിന്യം കായലിൽ തള്ളിയത് മൂലമാണോ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നും കായലിലേക്ക് സാധാരണയായി മത്സ്യങ്ങൾ കയറാറുണ്ട്. വർഷാവർഷം ഇത് സംഭവിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ തുടർന്ന് കായലിലെ ഉപ്പിന്റെ അളവ് കൂടിയതാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് ഫിഷറീസ് അധികൃതർ പറയുന്നത്. കായലിലെ ജലം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫിഷറീസ് അധികൃതർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ ഇല്ലാത്ത കണ്ടച്ചിറ മങ്ങാട് ഭാഗത്തും അഞ്ചാലുമൂട് റോഡ് കടവ് ഭാഗത്തും മുട്ടത്തുമൂല കടത്തുകടവ് ഭാഗങ്ങളിലും കെമിക്കൽ കലർത്തിയ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുന്നത് ഒഴുകിയെത്തിയാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് കായലിന് സമീപം താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. വണ്ടികൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ അടിക്കുന്നുണ്ട്. അത് അവിടെ കടന്ന് കെട്ടിക്കടന്ന് അതിൻ്റെ ഇതെല്ലാം അത് കെമിക്കൽ ചേർത്ത് അവർ കടക്കി കൊണ്ട് കളയുന്നത്. അതിനും ചിലപ്പോൾ ഇതിന് ബാധകമാവാം. അങ്ങനെയാണ് ഒരു സംശയം. അങ്ങനെ സംശയം അതാണ്. പിന്നെ ഇത് നിറഞ്ഞ ഞുണ്ണ കായലിൽ ഇടനീറ്റി കിടന്ന് ഓടുന്ന മീനായത്. കാരണം മഴ പെയ്ത് വെള്ളം ഇറങ്ങി വന്നപ്പോൾ മീനെല്ലാം ചത്തുപൊങ്ങി. കിഴക്ക് മേലോട്ട് അങ്ങോട്ട് കിഴക്കോട്ടൊക്കെ വേറെ മീൻ ചത്തുപൊങ്ങിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ മീനെ നമ്മൾ കണ്ടോളൂ. രാവിലെ നോക്കിയപ്പോൾ വെളുപ്പിന് നോക്കിയപ്പോൾ മീനെല്ലാം ഇങ്ങനെ ചത്തുപൊങ്ങി ഇവിടെ ഇങ്ങനെ കിടക്കും. ഇതിനിപ്പോൾ നമ്മൾ വീട് പരിസരത്തൊക്കെ കിണർ ഓപ്പണായിട്ട് കിടക്കുന്ന കിണറെല്ലാം എല്ലാവരും മൂടിയിടേണ്ടതാണ്. ഇത് കാക്കയൊക്കെ കുത്തി കിളച്ചിടാൻ സാധ്യതയുണ്ട്. ഇതിനിപ്പോൾ സ്മെല്ലടിക്കും കായലിൽ. ഇത് വാരി മാറ്റാനുള്ളത് ഇവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥർ എന്താ വെച്ചാൽ അത് നടപടി എടുക്കണം. വ്യാപകമായിട്ട് ചത്തുപൊങ്ങിയിട്ടുണ്ടോ? വ്യാപകമായിട്ട് ചത്തുപൊങ്ങി മൊത്തം ഒഴുകി കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമ്മുടെ അഷ്ടമുടി പടിഞ്ഞാറോട്ട് അറിയത്തില്ല, കിഴക്കെന്നാണ് ഇപ്പോൾ മീൻ വരുന്നത്. പടിഞ്ഞാറോട്ടത് സംഭവിക്കാൻ സാധ്യതയില്ല. കിഴക്കാണ് അഴുക്കുള്ള മൊത്തം കിടക്കുന്നത്. രാത്രി ആളുകൾ ഡ്രെയിനേജെല്ലാം കൊണ്ട് ഇടുന്നില്ല. മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് കറവെള്ളം വന്ന് സംഭവിച്ചു. ഇത് കറവെള്ളം ആവാനാണോ ഇത് വെള്ളം ടെസ്റ്റ് ചെയ്യണം സംഭവം. ഈ ഒരേനം മീൻ മാത്രമേ ഇതിപ്പോ ഒരേനം മീൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചത്തുപൊങ്ങിയ കായൽ ഞുണ്ണ മത്സ്യം പ്രധാനമായും കായലിന്റെ ഇടനീറ്റിലും ഉപരിതലത്തിലും കാണപ്പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മലിനജലം കായലിലേക്ക് ഒഴുകിയെത്തിയാൽ ഏറ്റവും അധികം ബാധിക്കുന്നതും ഈ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ ആയിരിക്കും. ഏതാ വേസ്റ്റ് വാട്ടറിനകത്ത് ഏതോ കെമിക്കൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഇത്തരം മീനിങ്ങനെ ചാവാൻ സാധ്യത ഇതുവരെ അങ്ങനെ ചത്തിട്ടുമില്ല. അങ്ങനെ സംഭവിച്ചതാ. ഇത് കിളിയിൽ ഒരു ആറ്റുമുഖത്തിന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇതിനു മുമ്പ് സംഭവിച്ചില്ല. ഇതിപ്പോ ഇന്ന് ഞങ്ങള് കാണുന്ന ഇപ്പൊ വെളുപ്പാങ്കാലത്ത് 5:30 മുതൽ ഇത് കാണാൻ തുടങ്ങി. അപ്പൊ ഇന്നലെ സന്ധ്യയ്ക്ക് വെള്ളം ഒഴിച്ചപ്പോഴായിരിക്കും ഈ മീൻ ചത്തിട്ടുള്ളത്. അല്ല ഇത്തരം പരുവത്തില്ലെന്ന്. ഏതിനം മീനായി ചത്തേക്കും? ഏതിനം മീനായി ചത്തേ? ഇത് ഏത് മീൻ പറയാ? കായലും മത്തിയെന്നും പറയും, കായലും ഞുണ്ണാന്നും പറയും. അങ്ങനെയുള്ള മത്സ്യങ്ങളായിട്ട് മേവെള്ളത്തിൽ ഓടി കിടക്കുന്ന മീനായിട്ട്. എത്രത്തോളം മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയിട്ടുണ്ട്? ലക്ഷക്കണക്കിന് മീനാണ് ചത്തിരിക്കുന്നത്. ഫിഷറീസിൽ നിന്ന് ആരും വന്നായിരുന്നോ? ഫിഷറീസിൽ നിന്ന് ആരും വന്നിട്ടൊന്നുമില്ല. ഇതിനു മുമ്പ് ഇതൊന്നും സംഭവിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പ് ഇതണക്കൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഇത്രയും തോന്നെ മീൻ ചാവുന്നു. ഈ ഒരു മീൻ മാത്രം ചത്തുപൊങ്ങാൻ എന്താ കാരണം? ഇത് മറ്റുള്ള മത്സ്യങ്ങളെല്ലാം വെള്ളത്തിനടിയില്ല. ഇത് വെള്ളത്തിന് മേളിൽ കൂടി സഞ്ചരിക്കുന്ന മീനാണ്. ഓടി നടക്കത്തേ ഉള്ളൂ കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം മുതലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ചൊവ്വാഴ്ചയും മത്സ്യങ്ങൾ കൂട്ടത്തോടെ കായലിലൂടെ ഒഴിനടക്കുന്ന കാഴ്ചയും കാണാം. കായലിൽ ദുർഗന്ധം പരന്നതോടെ കാക്കയും മറ്റു പക്ഷികളും മത്സ്യം കൊത്തിയെടുത്ത് സമീപത്തെ വീടുകളിലെ കിണറ്റിലും മറ്റും ഇടുന്നത് മറ്റൊരു വെല്ലുവിളിയാണെന്നും സമീപവാസികളായ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. മക്കളുള്ളത് ഇതൊന്നും പറ്റാത്തെന്ന് പറഞ്ഞാൽ മക്കളുണ്ട്. നമ്മളാണെ സഹിക്കാം. മക്കൾക്ക് രോഗം വരത്തില്ലേ? അതാ നമ്മൾ പോലും അറിയാതെ ഇത് ചെയ്യുന്നത്. ഇത് ഒഴുകി വരുന്ന സമയത്ത് സംഭവം നമ്മൾ ഇവിടെ വന്ന് അടുത്ത് പോത്തുമില്ല. വളവുകളല്ലേ. ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ. അതിരൂക്ഷ ഗന്ധമാണോ? പിന്നെ അതിരൂക്ഷ ഗന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെല്ലാം ഉള്ളു. ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം പറ്റുമ്പോൾ കരക്കി കയറിയിട്ടെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല. ഇത് എത്രത്തോളം മത്സ്യങ്ങൾ ചത്തുപോയിട്ടുണ്ട്? അതറിയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ചത്തിട്ടുണ്ട്. കാരണം വെച്ചാല് ഇത് ആ വെള്ളം ഹോസ് മാലിന്യങ്ങൾ കൊണ്ടുപോടുന്ന ടാങ്കർ ലോറിക്കകത്താണ് കൊണ്ടുകളയുന്നത്. ടാങ്കർ ലോറിക്കകത്ത് കൊണ്ട് കളയുന്നത് നമ്മൾ പോലും കാണുന്നില്ല. നമ്മളിവിടെ കൊടുത്ത മത്സ്യത്തൊഴിലാളികൾ ഇല്ലാത്തടത്താണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.